പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക സത്യദൈവത്തിന് മഹത്വവും ബഹുമാനവും മാനവും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അവൻ്റെ നാമം നമ്മളിൽ കൂടെ പരിശുദ്ധ സഭയിൽ എല്ലായ്പ്പോഴും ഉയർന്നിരിക്കുമാറാകട്ടെ. നമ്മളോട് ഒരുമിച്ച് ഇന്ന് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കുചേരുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് 9 ഫെബ്രുവരി ഞായറാഴ്ച ആൻഡ് 15th സൺഡേ, ഈ വർഷത്തെ 15ാമത്തെ ഞായറാഴ്ച. നമ്മുടെ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ 9th ഫെബ്രുവരി. അതിൽ നമ്മുടെ ലക്ഷണറി കറക്റ്റായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായിട്ട് തന്നിരിക്കുന്നത് റെസ്പോണ്ടിങ് ടു ദ കോൾ ഓഫ് ജീസസ്. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിളിയോടുള്ള നമ്മുടെ പ്രതികരണം. അതാ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്, ഇറ്റ് ഈസ് ഗോഡ് ഹൂ ഓൾവേസ് കോൾസ്. ദൈവമാണ് വിളിക്കുന്നത്, നോട്ട് മാൻ. സെമിനാരിൽ പോകാം, ഓർഡിനേഷൻ വാങ്ങിക്കാം, ടൈറ്റിൽ കിട്ടാം, ഇതെല്ലാം ദൈവമാക്കി വച്ചിരിക്കുന്ന തൻ്റെ പ്രതിപുരുഷന്മാരിൽ കൂടെ നടത്തിയെടുക്കുന്നേ ഉള്ളൂ. എന്നാൽ ദൈവം തമ്പുരാനാണ് ഒരാളെ വിളിക്കുന്നത്. അതിപ്പം ഒരു ഡോക്ടറായിട്ടാണെങ്കിലും, ഒരു ടീച്ചറായിട്ടാണെങ്കിലും, ഒരു നേഴ്സായിട്ടാണെങ്കിലും, ഒരു ഓഫീസ് വർക്കറാണെങ്കിലും, ഇനി കാല പെറുക്കി കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിലും, ഇറ്റ് ഈസ് ഓൾ കോൾ ഓഫ് ഗോഡ്. എല്ലാം ദൈവത്തിൻ്റെ വിളിയാണ്. ആ വിളി ദൈവമാണ് തരുന്നത്, മനുഷ്യനല്ല. ആ വിളി ദൈവം തരുന്നു എന്ന് നമ്മൾ കാണണം, അതിനെ സ്വീകരിക്കണം, അതിനോട് പ്രതികരിക്കണം. രണ്ടാമത്, നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? ഹ്യൂമൻ ആർ ടു റെസ്പോണ്ട് ഓർ ചൂസ്. മനുഷ്യരായ നമ്മൾ അതിനോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കണം. ദൈവം തരുന്ന വിളിയെ തെരഞ്ഞെടുക്കേണ്ടത് എൻ്റെ ജോലിയാണ്, അല്ല വേറൊരാളല്ല. മറ്റൊരാൾക്ക് അതിനെ മെൻറ്റർ ചെയ്യുകയോ ഗൈഡ് ചെയ്യുകയോ എന്തെങ്കിലും സഹായങ്ങൾ അതിൽ നൽകിത്തരാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ദൈവം വിളിക്കുന്നു, ഞാൻ തെരഞ്ഞെടുക്കും. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞത്. ഇറ്റ്സ് അപ് ടു യു. ജോഷുവ അത് തന്നെയാണ് പറഞ്ഞത്. ഞാനും എൻ്റെ കുടുംബമോ, അതാ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറ. സോ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. മൂന്നാമത്, ഈ വിളി എന്ന് പറയുന്നത് ശിഷ്യത്തിനു വേണ്ടിയുള്ളതാണ്. കോൾ ഈസ് ടു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം. കർത്താവ് തമ്പുരാൻ അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. എൻ്റെ കൂടെ ഇരിപ്പാൻ, സുവിശേഷം പോയി പ്രസംഗിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം ലഭിക്കുവാൻ. ആൻഡ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പുറകാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഇംഗ്ലീഷിൽ ഐ വിൽ മേക്ക് യു എന്ന, അത് ഇച്ചിരി നല്ല എക്സ്പ്രഷനാണ്. ആക്കും എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ നമ്മളത്രയും ഗൗരവമായിട്ട് ചിന്തിക്കത്തില്ല. ഐ വിൽ മേക്ക് യു, ഓർ ഐ വിൽ ക്രിയേറ്റ് യു. അപ്പം
ഈ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന് വേണ്ടിയുള്ള വിളിയായത്. എന്ന് പറഞ്ഞാൽ യേശു തമ്പുരാൻ പറഞ്ഞ, ദൈവം തമ്പുരാൻ പറഞ്ഞ എല്ലാ കൽപ്പനകളെയും നമ്മൾ ഒന്നായി ഏറ്റെടുത്ത് കർത്താവിൻ്റെ തലയോളം, ക്രിസ്തുവെന്ന തലയോളം വളരുന്ന ഒരു പ്രക്രിയയാണ്. The call is you to become like Jesus, like God. നാലാമത്, നമ്മൾ ആയിത്തീരുക, വളരുക, മെച്ചപ്പെടുക എന്നതാണ് ഈ വിളിയുടെ ആപ്തവാക്യം. ദി കോർ ഓഫ് ദ ഹോൾ തിങ്. നമ്മൾ ആയിത്തീരുന്നതിൽ കൂടെയാണ് നമ്മുടെ ശുശ്രൂഷകൾ പുറപ്പെടുന്നത്, ഒഴുകുന്നത്, നിവർത്തിക്കപ്പെടുന്നത്. നമ്മൾ എന്തുമാത്രം കർത്താവിനെ പോലെ ആയിത്തീർന്നുകൊണ്ടേയിരിക്കുന്നുവോ അതിനനുസരണമായി ദൈവം നമ്മളിൽ ഫലമേൽപ്പിക്കുന്ന വിളിയിൽ കൂടെയുള്ള ശുശ്രൂഷകൾ നമ്മളിൽ നിന്ന് പുറപ്പെടും, നമ്മളിൽ കൂടെ നിവർത്തിക്കപ്പെടും. നമ്മളിൽ അത് ഏറ്റവും ക്രമമായും ശക്തിമത്തായും പൂർണ്ണമായും വരും. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ മക്കളായി തീർന്ന് സഭയുടെ അംഗമാകുമ്പോൾ സ്നേഹിക്കാൻ അത്ര ഒന്നും അറിയത്തില്ല, അല്ല ക്ഷമിക്കാൻ അത്ര ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ അതിൻ്റേതായ ആഴവും വീതിയും ഉയരവും ഗഹനം നമുക്കറിയത്തില്ല. അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ വളരണമെങ്കിൽ അതിനൊരു നടത്തമുണ്ട്, അതിനൊരു യാത്രയുണ്ട്. ആ യാത്ര, ആ നടത്തപ്പെടലിനെയാണ് ബിക്കമിങ്, ആയിത്തീരുക, ഞാൻ നിങ്ങളെ ആക്കും എന്ന് തമ്പുരാൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ 17-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി. അന്ന് ഈ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. കർത്താവിൻ്റെ വേലയെന്നറിയാം, പക്ഷേ എന്നോ സാധനമോ, എങ്ങനെ അത് ചെയ്യുന്നത്, ഇതിലുള്ള നന്മകളെന്താ, ഇതിനുള്ള കഷ്ടപ്പാടുകളെന്താ, ഇതിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും പിന്നത്തെ കാലത്ത് കിട്ടുന്ന നന്മ എന്തുവാ, അനുഗ്രഹം എന്തുവാ, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ നല്ല പയ്യനായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് എന്തുമാത്രം പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞാൻ അനുവദിച്ചോ അതിനനുസരിച്ചാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നോക്കുന്നത്. അല്ല ബിഷപ്പും കുഷപ്പും മത്ര പോലത്തെ ഒന്നും ആകത്തില്ല. സോ നമ്മൾ കർത്താവ് തരുന്ന ആ വിളി എന്തും മാത്രം ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തി നമുക്ക് കർത്താവിനെ സ്വീകരിക്കുവാൻ സാധിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ ആയിത്തീരുന്നത്. ദൈവം സ്നേഹം തന്നെ എന്ന് നമ്മൾ പറയുമല്ലോ, അതിൻ്റെ അർത്ഥം എന്തുവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം ദൈവം സ്നേഹിക്കുന്ന പോലെ ആകണം. എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? അത് ഇവിടുന്ന് പ്രസംഗിച്ചാൽ സമയം പോകും ഇല്ലേ? നമ്മളാരും ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നവരല്ല. നോ, അതിന് ഏറ്റക്കുറച്ചിൽ കാണും. ഒരാളും മറ്റൊരാളിൽ നിന്ന് വളർച്ചയിൽ വേറൊരു ഡിഗ്രിയിൽ ചെന്നിട്ടുണ്ടാകും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആരും ദൈവം സ്നേഹം തന്നെ എന്ന ആ വ്യാപ്തിയിൽ, ആ അളവിൽ, ആ പൂർണ്ണതയിൽ ആയിത്തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്തുമാത്രം ഓരോ ദിവസവും ആയിക്കൊണ്ടേയിരിക്കുന്നു അതിനനുസരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകൾ നമ്മളിൽ കൂടെ ഒഴുകും, നമ്മളിൽ കൂടെ നടത്തപ്പെടും, നമ്മളിൽ കൂടെ പൂർണ്ണമാക്കപ്പെടും. അതിനെയാണ് നമ്മൾ പറയുന്നത്
കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് തക്കവണ്ണം ശുശ്രൂഷിപ്പാനും ജീവിപ്പാനും എന്നെ സഹായിക്കണമേ. ദാറ്റ്സ് വാട്ട് സിമ്പിൾ മീൻ. നമ്മൾ ചിന്തിക്കത്തില്ലെന്നേ ഉള്ളൂ. ആ ദൈവിക മഹത്വത്തിനനുസരിച്ച് തമ്പുരാനെ എന്നെ ആക്കണമേ എന്നാണ് അതിൻ്റെ ഗൗരവമായ അർത്ഥം. നമ്മൾ കുർബാന കൊള്ളുന്നതിന് മുൻപേ നമ്മുടെ പട്ടക്കാർ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഉണ്ടായതും ഉണ്ടാകുന്നതും ആയ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായ്ക്കും സ്തുതി. അതാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് ആക്കിത്തീർക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ കുർബാനയുടെ അപ്പവും ആ വീഞ്ഞും അവിടെ വെച്ചിട്ട്, കർത്താവേ, ഇതിനെ അവിടുത്തെ പരിശുദ്ധ ശരീരമാക്കി പൂർണ്ണമാക്കണമേ, ഇത് അവിടുത്തെ പരിശുദ്ധ രക്തമാക്കി പൂർണ്ണമാക്കണമേ. ഇല്ലായ്മകളെ ഉള്ളതിനെ പോലെ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. There is nothing difficult, impossible for God. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. സോ നമ്മൾ ചുമ്മാതെ ആരുടെ പ്രാർത്ഥനയല്ലത്. അവിടെ ഇരിക്കുന്ന ഒരു അപ്പമാ, യെസ് അപ്പമാ. പക്ഷേ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിനനുസരണമായി നമ്മൾ പ്രാർത്ഥിയ, കർത്താവേ, ഇതെനിക്ക് വിശുദ്ധ ഭക്ഷണമാക്കണമേ. ഈ ഭക്ഷണം ഭക്ഷിച്ച് ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്ത് എനിക്ക് അങ്ങയുടെ ജീവിതത്തിൻ്റെ ക്രമമനുസരിച്ച് വളരുവാൻ, ആയിത്തീരുവാൻ, നടക്കുവാൻ, സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. അതാണ് ആ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യമേ പിതാവിനെ ഓർക്കുന്നത്. തൻ്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ്, തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ. സോ ഡിസൈപ്പിൾഷിപ്പ്, കോൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ പുറകാലെ പോവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വിളിയാണ്. ഹൗ ദാറ്റ് ഹാപ്പൻസ്, എങ്ങനെ സംഭവിക്കും? ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച്. അപ്പോൾ അങ്ങനെ ജീവിക്കപ്പെടേണ്ടതിന്, അങ്ങനെ പൂർണ്ണമാക്കപ്പെടേണ്ടതിന്, അങ്ങനെ ദൈവം തമ്പുരാൻ നമ്മളിൽ തന്നിട്ടുള്ള ആ വിളി നിവർത്തിക്കപ്പെടേണ്ടതിന് നമുക്കൊരു പ്രതികരണം, നമുക്കൊരു ചോയ്സും, ഒരു തിരഞ്ഞെടുപ്പും. അതെന്തൊക്കെയാ? എല്ലാം ഒന്നും പറയാൻ സമയമില്ല. അത് നമുക്ക് കൃപ വേണം. നമ്മൾ സാധാരണ പറയുമല്ലോ അല്ലേ, കൃപ വേണം. യു നീഡ് ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ എന്നെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് വായിക്കേണ്ട വേദഭാഗം ആയിരിക്കുന്ന 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ കരുണയാൽ നമുക്ക് ഈ ശുശ്രൂഷ ലഭിച്ചതിനാൽ, through by his grace I have received, or we have received this ministry. Okay, താഴ്മ വേണം, വളരുന്നതിനുള്ള മനസ്സ് വേണം, അതിനുള്ള മനോഭാവം വേണം, മറ്റുള്ളവരാൽ പഠിപ്പിക്കപ്പെടുന്നതിനുള്ള സമർപ്പണം വേണം. ചിലർ പറയും, ഓ നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? ഞാൻ എത്ര നാളായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്, നീയാന്ന് എന്നെ പഠിപ്പിക്കാൻ പറ്റും. നീ തോറ്റു. ആ മനോഭാവം ഉണ്ടെങ്കിൽ നീ തോറ്റു, നീ തൊപ്പിയിട്ടു. എല്ലാ ദിവസവും പഠിക്കണം. പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ്, ഒരു പഠിതാവാണ് ഞാൻ എന്ന മനസ്സും മനോഭാവവും
കീഴ്വഴക്കവും താഴ്മയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്താൽ നിർമ്മിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ദൈവത്താൽ നടത്തപ്പെടുന്ന നിർമ്മിതത്തിൻ്റെ ആ വഴിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരുവാൻ കഴിയുള്ളൂ. മറ്റുള്ളവരാൽ നാം ക്രമീകരിക്കപ്പെടണമെങ്കിൽ, രൂപപ്പെടണമെങ്കിൽ വിധേയത്വം വേണം. ഓരോരുത്തർ പറഞ്ഞാൽ കേൾക്കണം. തന്നിഷ്ടക്കാരെ പോലെ നടക്കരുത്, മുഷരബുദ്ധിയുള്ളവരെ പോലെ നടക്കരുത്. നീ ആരാടാ പറഞ്ഞു തരാനെന്ന് ചോദിക്കരുത്, മനസ്സിലും ചോദിക്കരുത്, ചിന്തയിലും ഉണ്ടാവരുത്. ഓക്കെ, ഞാനും ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് കർത്താവിൻ്റെ ശരീരമെന്നല്ല നമ്മൾ പറയുന്നത്, സഭയെ. ഒരു കുടുംബം തന്നെയാണ്. കുടുംബമാണ് സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്. കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ഇനി പ്രായപൂർത്തിയായവരാണെങ്കിൽ പിന്നെന്താ, മരുമക്കളും മരുമകനും കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. ദിസ് ഈസ്, അവിടെയാണ് നമ്മൾ രൂപപ്പെടേണ്ടത്. ഇറ്റ്സ് എ ബോഡി. അപ്പം നമ്മൾ ഈ സഭയിൽ വന്നിരിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും മാറി ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരുന്നോ, കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ഉദാഹരണമാണ്. എനിക്ക് ഇതിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ വയ്യ, നീ ആര്? ഞാൻ നിന്നേക്കാളും ഭക്തനാ, അല്ല ഭക്തിയാ ഉള്ള ആളാ, ഭക്തയാ. നോക്കി, എന്തോ കുടുംബക്കാരനാ നീ, ഞാൻ അതിലും നല്ല കുടുംബമാണ്. ഇതല്ല ബോഡി. ബോഡി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ബോഡിയാണ്, എൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിടുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. ഇതെല്ലാം ഒരേപോലെ കോർത്തിണക്കി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാൻ ഒക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരാൽ രൂപപ്പെടുവാനുള്ള ഒരു വിധേയത്വം, ഒരു മനോഭാവം നമുക്കുണ്ടാകും. കഠിനാധ്വാനം വേണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മക്കളെ. കുടുംബ പ്രാർത്ഥനയുണ്ടോ? തനിച്ചിരുന്നുള്ള പ്രാർത്ഥനയുണ്ടോ? മക്കളും പിള്ളേരും എല്ലാം കൂടെ ഇരുന്നുള്ള പ്രാർത്ഥനയുണ്ടോ? വേറെ സെറ്റ്. കഠിനാധ്വാനം വേണം. ചിട്ടയോടുകൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, കിടക്കയിൽ ഉറങ്ങുവാൻ പോകുന്നിടം വരെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് എല്ലാം നല്ലതുപോലെ മാനേജ് ചെയ്യുന്ന ഒരു ചിട്ട വേണം. ഉഴപ്പന്മാരാകരുത്. നെവർ ടു ഗിവ് അപ്പ്. ഒരിക്കലും വിട്ടുകളയാതെ അനുധാവനം ചെയ്യുന്ന, പുറകെ പോകുന്ന, ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു എന്നാ പറഞ്ഞത്. എൻ്റെ പിറകാലെ വരിക, ഞാൻ നിന്നെ ആക്കും. അല്ല കുറച്ചുനാൾ ബൈബിളെല്ലാം വായിക്കും, പിന്നെ ഈ ദൈവത്തെ ആർക്കാ വേണ്ടത്, ഞാൻ പ്രാർത്ഥിച്ചൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മുടെ ഇട്ടാവട്ടത്തിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ദൈവത്തെ അളക്കും. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഗോഡ് നെവർ ചേഞ്ചസ്. കർത്താവ് ഒരിക്കലും മാറുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല, അത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് എല്ലാം അതാത് സമയത്ത് നടന്നില്ലെങ്കിലും ദൈവത്തിന് ഇതിനകത്ത് ഒരു വലിയ പദ്ധതിയുണ്ട്. എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ തെരഞ്ഞെടുപ്പ്, ഐ നീഡ് ടു കൺസിസ്റ്റൻ്റ്ലി ഫോളോ ഹിം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പുറകാലെ ക്രമമായി നിത്യമായി അനുധാവനം ചെയ്യണം. അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അനുതാപവും മാനസാന്തരവും ഉണ്ടാകണം. എല്ലാ ദിവസവും ഇരുന്ന് പാപങ്ങൾ ഏറ്റുപറയണം. പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അസൂയയുടെയും കൊട്ടകളെ നിറച്ച് കൂമ്പാരമാക്കി തലമണ്ടയിൽ വെച്ച് നടക്കരുത്. ഡോണ്ട് ഡു ദാറ്റ്. എല്ലാ ദിവസവും മാറിയിരുന്ന് ആ ദിവസത്തെ അവലോകനം ചെയ്ത് കുറ്റങ്ങൾ ഏറ്റുപറയുക, കുറവുകളെ ഏറ്റുപറയുക, പാപത്തെ ഏറ്റുപറയുക, നമ്മുടെ ചിന്തകളിൽ പോലും വന്നിട്ടുള്ള കുറവുകളെ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുക, എന്നിട്ട് കഴുകൽ പ്രാപിക്കുക. മക്കളെ, ഇതെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഡു ദാറ്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കോപം വന്നാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുന്നവരെ അത് വെച്ചോണ്ടിരിക്കരുത്. ഇനിയും സൂര്യൻ അസ്തമിക്കുന്നവരെ വെച്ചോണ്ടിരുന്നാലും അത് കഴിഞ്ഞിട്ട് വെച്ചോണ്ടിരിക്കരുത്. ഓക്കെ, വാശിയും വൈരാഗ്യം
ആ സൂര്യൻ താഴ്ന്നിടം വരെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് ശരിയാക്കിയിട്ട് കിടക്കാവും. നമുക്കൊക്കെ അനുഗ്രഹം പ്രാപിക്കാനൊക്കാത്തതും നമ്മൾ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമാക്കപ്പെടാതെ ഇരിക്കുന്നതിൻ്റെയും മുഖ്യ കാരണം അതാണ്. പാപങ്ങളെ അനുതപിച്ച് മനസ്സാന്തരപ്പെട്ട് അനുദിനം നമുക്ക് ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സമയത്തും അനുരഞ്ജനം ഉണ്ടാകണം. റെക്കൺസൈൽ വിത്ത് എവരിവൺ. അനുരഞ്ജനത്തിൻ്റെ മനോഭാവം എല്ലായ്പ്പോഴും ഉണ്ടാകും. ദാനം കൊടുക്കുന്നതിൽ ഭക്തി ഉണ്ടാകും. അത് വലിയ ശുശ്രൂഷയാണ്. എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല. ആംസ് ഗിവിങ്. ഗിവ് വാട്ട് യു ക്യാൻ. കർത്താവ് തമ്പുരാൻ സ്തോത്രകാഴ്ചപ്പെട്ടി അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ ഒരു വിധവ വന്ന് ആ വിധവയുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ നാണയം ഇട്ടു. കർത്താവ് തമ്പുരാൻ ലോകം മുഴുവനും കൊട്ടിഘോഷിച്ചത് അതാ. കോടി കൊടുത്തവരല്ല. ആ ഒറ്റ സ്റ്റോറിയെ ബൈബിളിലുണ്ട്. നമുക്ക് ദാനം ചെയ്യുന്നതിൽ സ്നേഹം ദാനം ചെയ്യപ്പാ. വൈ യു ഹോൾഡ് ബാക്ക്? നീ ആരാ? മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കത്തക്കൊണ്ട ദേഷ്യവും വൈരാഗ്യവും കോപവും തന്നിഷ്ടവും മനസ്സിൽ വെച്ച് വൈ വി ഡു ദാറ്റ്? നമ്മുടെ ജീവിതത്തെ തന്നെ കാണുന്നതെന്ന് ഇല്ലായ്മ ചെയ്യുവാൻ എന്തുകൊണ്ടാണ് നമ്മൾ അനുവദിക്കുന്നത്? അനുവദിക്കരുത്. വിട്ടുകളയുക. ജീവിതവും മനസ്സും എല്ലാം സ്വതന്ത്രമാകുക. ദൈവത്താൽ കഴുകൽ പ്രാപിക്കുവാൻ നമ്മളെ തന്നെ അനുവദിച്ച് അനുരഞ്ജനത്തിൻ്റെ സ്വഭാവത്തിൽ എല്ലായ്പ്പോഴും നടക്കുക. തിരുവെഴുത്തുകളിലൂടെ ക്രമമായും ദൈനംദിനമുള്ള പഠനവും ധ്യാനവും ഉണ്ടാകണം. ദൈവിക കൽപ്പനകളെ അനുദിനം ജീവിതത്തിൽ പ്രായോഗികമാക്കണം. വചനം കേട്ടിട്ട് സ്തോത്രം ഹല്ലേലൂയ എന്നിട്ട് ഇറങ്ങി പോകുമ്പം ഇന്ന് ആ ബിഷപ്പ് പറഞ്ഞ വല്ലവരും പറഞ്ഞ് ഏതാണ്ട് കേട്ടിട്ട് പുള്ളി മനസ്സിൽ വെച്ചാ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം. അത് പിശാച് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ബിഷപ്പോ പട്ടക്കാരനോ മനസ്സിൽ വെച്ച് പ്രസംഗിച്ചോട്ട്. പക്ഷെ നിനക്ക് കേൾക്കുന്ന നിന്റെ ചെവിയിൽ വരുന്ന വചനം വചനമായിട്ട് നീ സ്വീകരിച്ചാൽ നീ ഗുണം പിടിക്കും. ഉപദേശം വിട്, അച്ഛനെ വിട്, ബിഷപ്പിനെ വിട്. തിങ്ക് അബൌട്ട് യു. നിനക്ക് വേണ്ടി ചിന്തിക്ക്. എല്ലാ ദിവസവും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. അത് എൻ്റെ ജീവിതത്തിൻ്റെ ശീലമാക്കുക. അങ്ങനെയാണ് പക്വത പ്രാപിക്കുന്നത്. അങ്ങനെയാണ് വളരുന്നത്. അങ്ങനെയാണ് മെച്ചപ്പെടുന്നത്. അങ്ങനെയാണ് ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും നിവർത്തിക്കപ്പെടുന്നതും പൂർണ്ണമാക്കപ്പെടുന്നതുമായ പരിശുദ്ധ റൂഹായായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, പക്വത പ്രാപിപ്പാൻ ദൈവം തന്ന തെരഞ്ഞെടുപ്പ് എന്നിൽ കൂടെ സാധ്യമാക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ഇനിയും ഇന്ന് വായിക്കേണ്ട വേദഭാഗം യെശയ്യാപ്രവചനം 41 അധ്യായമായിരുന്നു. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 8 മുതൽ 20 വാക്യങ്ങളായിരുന്നു. ഈ വാക്യങ്ങൾ നിങ്ങൾ പോയി നല്ലപോലെ വായിക്കണം. നല്ലതുപോലെ വായിക്കണം. ഇവിടെ ഇംഗ്ലീഷിൽ ഐ ആം ദ ലോർഡ് എന്ന് പറഞ്ഞ കർത്താവ് ആ 20 വാക്യത്തിനുള്ളിൽ 18 പ്രാവശ്യം പറഞ്ഞു. 18 പ്രാവശ്യം അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവമാണ് വിളിക്കുന്നത്, ദൈവമാണ് പൂർണ്ണമാക്കുന്നത്, ദൈവമാണ് നിന്നെ ആക്കി തീർക്കുന്നത്. അപ്പം ദൈവം ഇസ്രായേൽ മക്കളോടും പറയുന്നതാ, ഇറ്റ് ഈസ് മീ, ഞാൻ. നിങ്ങൾ ഭക്തിപൂർവ്വം ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കുക. അയ്യോ, ഞാൻ 2-3 പ്രാവശ്യം വായിച്ച് കൊളുമ്പിരിവും. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ കണ്ടുമുട്ടിയതെന്ന് സേവിക്കുന്നത്. എന്ത് നല്ലത്, എന്ത് സന്തോഷം. എനിക്ക് കടന്ന് പടച്ച് ദേഷ്യപ്പെട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കപ്പെട്ട്
കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലപ്പാ. ലീവ് ടു ഗോഡ്. അലൗ ഗോഡ് ടു ഫ്ലോ ത്രൂ യുവർ ലൈഫ്. എല്ലാം ദൈവം, പക്ഷേ എൻ്റെ ജോലി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അതാ എൻ്റെ ഉത്തരവാദിത്തം. അപ്പം ആ ഭാഗങ്ങൾ നിങ്ങളെടുത്തുകൊണ്ട് വായിക്കണം. പിന്നെ സുവിശേഷ ഭാഗത്ത് പറഞ്ഞെന്തുവാ? എന്നെ അനുഗമിക്കുക. കർത്താവിൻ്റെ പുറകെ പോകണം, മറ്റുള്ളവരുടെ പുറകെ പോകരുത്. നല്ല മോഡൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചു, പക്ഷേ ആ പുള്ളി അങ്ങനെയാണ്, ഈ പുള്ളി അങ്ങനെയാണ്, ആ ഉപദേശി അങ്ങനെ, ആ പള്ളി അങ്ങനെയാണ്. വൈ യു ഹാവ് ടു ഗോ ആഫ്റ്റർ ദാറ്റ്? അതിന് പുറകെ എന്തിനാണ് പോകുന്നത്? കർത്താവിനെ നോക്ക്. എന്നിട്ട് കേൾക്കുന്ന വചനങ്ങൾ അത് എവിടെ വെച്ചാണെങ്കിലും നല്ല വചനങ്ങളെല്ലാം സ്വീകരിച്ച് ഹൃദയത്തിലാക്കുക. അതിനനുസരണമായി നമ്മുടെ ജീവിതത്തെ വളർത്തിയെടുക്കുക, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ അനുഗമിക്കുക. ഇറ്റ് ഈസ് എ ഡെയിലി വാക്ക്. എല്ലാ ദിവസവും ദിനംതോറും ഓരോ നിമിഷവും കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വലിയ നിത്യമായ പർപ്പസ്, ഉദ്ദേശമനുസരിച്ച് ആക്കി തീർക്കുന്നത്. പിന്നെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, കർത്താവിൽ നിന്ന് എനിക്ക് ഈ കരുണ ലഭിക്കയാൽ കിട്ടിയ ശുശ്രൂഷ. എവറിതിങ് ഈസ് ഗോഡ്. മക്കളെ, തിന്നാനും ഉടുപ്പാനും ദൈവം തരുന്നുവെങ്കിൽ അയൽവക്കക്കാരൻ എന്തോ കഴിക്കുന്നു, ഏത് ഉടുപ്പിടുന്നു, എത്ര രൂപയുടെയാ നോക്കരുത്. ഓൾ വാട്ട് ഗോഡ് ഗിവ്സ് യു, അത് നന്ദിയോടെ സ്വീകരിക്കുക, അത് സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുക, അതിൽ സന്തോഷിക്കുക. നിനക്ക് വേണ്ടതെല്ലാം പുറകെ ദൈവം തരും. എവറിതിങ് ഈസ് ഗോഡ്സ് ഗ്രേസ്. നമുക്ക് തന്നിട്ടുള്ള വീട്, നമുക്ക് തന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, നമുക്ക് തന്നിട്ടുള്ള ആയുസ്, നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ജീവിതം, നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം, നമ്മുടെ ജോലി, എന്തെല്ലാം ഉണ്ടോ ഈ ലോകത്തിൽ, എല്ലാം തമ്പുരാൻ്റെ ദാനമാണ്. ഏതെല്ലാം ദൈവത്തിൻ്റെ വരദാനമാണ്, ദൈവത്തിൻ്റെ കരുണയാലാണ്. അതോർത്ത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. എന്നിട്ട് ആ ലേഖനത്തിൽ താഴോട്ട് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വഞ്ചന രീതിയിലോ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്നതിനോ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനുള്ള രീതികളൊന്നും ഞങ്ങൾ അവലംബിക്കാതെ ദൈവം തമ്പുരാൻ എന്തു പറഞ്ഞോ അതിനനുസരിച്ച് ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു. അതാണ് അതിൻ്റെ ബാക്കി വേദഭാഗങ്ങൾ. സോ ഹൗ ഡു യു റെസ്പോണ്ട് ടു ദ കോൾ ഓഫ് ഗോഡ്? അതാ ഞാൻ പറഞ്ഞു. നമ്മൾ നിത്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ കരുണകളെ പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാനും ജീവിപ്പാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ആക്കി തീർക്കുവാനും അനുവദിച്ചു കൊടുക്കേണ്ട, ഏൽപ്പിച്ചു കൊടുക്കേണ്ട, തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് സഹായിക്കട്ടെ. വേണ്ട കൃപകളും ഒത്താശകളും ജ്ഞാനവും ബുദ്ധിയും തരട്ടെ. നമ്മുടെ സ്വന്തം ചിന്തകളും തന്നിഷ്ടങ്ങളും മാറി ദൈവത്തിൻ്റെ നിർമ്മലമായ മനസ്സിനെ പ്രാപിച്ച് നിഷ്കളങ്കതയോടെ കർത്താവിനെ പിൻപറ്റി ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ ഏറ്റവും നല്ല മക്കളായി, ശുശ്രൂഷക്കാരായി, സഭയായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ബലപ്പെടുത്തെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.